ഇന്ന് ഞാനുള്ളത് സൗദി അറേബ്യയിലെ വാഹനങ്ങളുടെ ശ്മശാനത്തിലാണ് കേട്ടോ. ഇത് എൻ്റെ പുറകിൽ കാണുന്ന വാഹനങ്ങൾ കണ്ട ഇതെല്ലാം ഇടിച്ച് ഡാമേജായി ഉള്ള വാഹനങ്ങളാണ്. പിന്നെ അത് റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അതിപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ റിപ്പയറിന് കൊടുക്കില്ല, അതവർ വാഹനം എഴുതി തള്ളും. അങ്ങനെ വരുമ്പോൾ ആ വാഹനങ്ങൾ പൊളിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രാപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നോക്കി എൻ്റെ ബാക്കിലും മുന്നിലും മൊത്തം അത് തന്നെയാണ് കാറ് കേട്ടോ. എല്ലാ മോഡൽ കാറുകളും ഏത് വർഷത്തത് വേണോ, ഏതൊക്കെ ബ്രാൻഡ് വേണോ എല്ലാം ഇവിടെയുണ്ട്. ഇതിൻ്റെയൊക്കെ പാഴ്സുകൾ ഇവരിങ്ങനെ ഊരി വിൽക്കുകയാണ് പതിവ്. ഒരു 2000-3000 റിയാലിന് പുതിയ കാറുകൾ, അതായത് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ഇടിച്ച് ഡാമേജ് ആയത് പണിയാൻ പറ്റാത്ത വാഹനങ്ങൾ ഇവർ വാങ്ങി അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഊരി 10,000-25,000 അവർ വിൽക്കും കേട്ടോ. ഈവൻ ഗ്ലാസ്സുകൾ, പമ്പർ ഇതെല്ലാം ഇവർ ഊരി വിൽക്കും. അതായത് ആവശ്യക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ഒറിജിനലിന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കും. അതായത് ഹെവിയും ലൈറ്റും എല്ലാ വെഹിക്കിളും ഇവിടെയുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളെന്ന് പറയുമ്പോൾ ലൈലൻഡ്, ടാറ്റ, മഹീന്ദ്ര, ഐഷ്യർ ഈ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ബസ്സുകളൊക്കെ മതിൽ കണക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മതിലിന് പകരം ഒരു ബസ്സിൻ്റെ ബോഡിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നോക്കി എൻ്റെ പുറകിലൊക്കെ കാണുന്നത് ഈ സ്ക്രാപ്പാണ്, കാറിൻ്റെ സ്ക്രാപ്പ്, അല്ലെങ്കിൽ തസ്ലിയ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടാണ് ആളുകൾ സ്പെയർ പാർട്സുകളൊക്കെ ഇങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ തസ്ലിയയിലെ വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ സ്ക്രാപ്പ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ വിശേഷങ്ങളാണ്. കാറുകളുടെ ശ്മശാനം. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വീഡിയോയിലേക്ക് പോവാം. കാറുകൾ നോക്കിയേ, ഇങ്ങനെ അട്ടിയിട്ടണക്ക് വെച്ചിരിക്കുന്നതാണ്. ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ കാറുകൾ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടോ, പുതിയ കാറുകളാണ്. ഇതൊന്നും അത്ര പഴയതൊന്നുമല്ല, ഇടിച്ച് ഇങ്ങനെ ഡാമേജ് ആയത് കാറുകളാണ്. ഇത് പണിയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഇവർ വിറ്റതാണ്. പിന്നെ ഓൾഡും ഉണ്ട് കേട്ടോ. അത് പിന്നെ ഇവിടെ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരുമ്പോഴത്തേക്ക് ആൾക്കാർ സ്ക്രാപ്പിന് വിൽക്കും. പിന്നെ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾ ആൾക്കാർ വെക്കേഷന് പോയാൽ തിരിച്ചു വരാതാകുമ്പോൾ ആ കാറ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബലതിയെ എടുത്തിട്ട് ഇവിടേക്ക് വിൽക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്പെയർ പാർട്സുകൾ ഓരോന്നോരോന്നായിട്ട് ഊരിയിട്ട് അതിൻ്റെ ബാലൻസ് ബോഡിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ബോഡി അവസാനം ഇവർ സ്ക്രാപ്പിന് വിൽക്കും, അതായത് ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കും. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ എല്ലാം കാറുകളാണ്. ഇവിടെയൊക്കെ കാറുകളുണ്ട്. ഇതേ ഇവിടെ എല്ലാം കിടപ്പുണ്ട് കാറ്. അത് നോക്കി എന്തെല്ലാം കോടികൾ കൊടുത്ത് വാങ്ങിച്ച വാഹനങ്ങളാണിത് ഇവിടെ ഇങ്ങനെ ഈ തീ കണക്കത്തെ വെയിലത്ത് വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. നോക്കി ആർക്കും വേണ്ടാതെ കിടക്കുക. ഇതിന്ന് ഏതെങ്കിലും സ്പെയർ പാർട്സുകൾ മറ്റുള്ള വാഹനങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ, യൂസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ ഇതിൽ നിന്ന് ഊരിയെടുത്ത് അവർ കൊണ്ടുപോകും. പക്ഷേ ഒരു സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും അവർ നല്ല വില ചോദിക്കണം, പുതിയതിനേക്കാളും വില ചോദിക്കും. എന്നാലും ബാർഗനിങ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. ഇവിടെയൊക്കെ ഇന്ത്യൻ വാഹനങ്ങളും ഉണ്ട് കേട്ടോ. അതെ, അവിടെയൊക്കെ ടാറ്റയും ലൈലൻഡും ഒക്കെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടോ, ഇവിടെ ഇന്ത്യൻ വാഹനങ്ങളുണ്ട് കേട്ടോ. അതേ ഇറങ്ങുന്നുണ്ടോ, ലൈലൻഡ് ബസ്, ടാറ്റയുടെ ബസ്സൊക്കെ ഇതെല്ലാം പൊളിച്ച് സ്പെയർ പാർട്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന വാഹനങ്ങളാണ്. നോക്കിയേ, ഇത് കണ്ടോ, ഈ യാർഡിനകത്ത് ഇന്ത്യൻ ബസ്സുകളാണുള്ളത്. നോക്കിയാൽ വലിയ വലിയ ബസ്സുകൾ, പുതിയ ബസ്സിനൊക്കെ 2.5-3 ലക്ഷം റിയാലാണ് വില. അത് കൊടുത്തിട്ട് ഈ ബസ് കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് 25,000-നും 10,000-നും ഒക്കെ ബസ് വിറ്റിട്ട് അതിൽ നിന്ന് സ്പെയർ പാർട്സുകൾ പൊളിച്ച് വിൽക്കാൻ വേണ്ടി ഇത് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. നോക്കിയാൽ ടാറ്റയുടെ ലൈലൻഡിൻ്റെ അടിപൊളി ബസ്സുകളടക്കാം കണ്ടോ. ഇതൊക്കെ സ്പെയർ പാർട്സുകൾ പൊളിച്ച് വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ബോഡി പാർട്സുകളും ഉണ്ട് കേട്ടോ. കണ്ണാടി, പമ്പർ, അത് ഇതെല്ലാം ബോഡി പാർട്സുകൾ ഇവർ പൊളിച്ച് വിൽക്കും. ഓക്കെ, ആവശ്യം പോലെ കാണുന്നില്ല ഇവിടെ. ഇത് നോക്കിയാൽ മതിലിന് പകരം വെച്ചിരിക്കുകയാണ്. ബസ്സിൻ്റെ ബോഡിയാണ് മതിലായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ലൈലൻഡിൻ്റെ ബോഡിയാണ് എടുത്തുകൊണ്ട് വന്നിട്ട് മതിലിന് പകരം വെച്ചിരിക്കുകയാണ്. ഇതാണ് ലാഭം എന്ന് തോന്നുന്നു കേട്ടോ. മതിൽ കെട്ടുന്നതിന് പകരം ഇങ്ങനെ ബോഡി വെച്ചിരിക്കുന്നതാണ്. എന്താ ബുദ്ധി എന്ന് നോക്കിയാൽ. ഇവിടെ കാറുകൾ നോക്കിയാൽ സ്പെയർ പാർട്സുകളൊക്കെ ഇളക്കി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് അവർ ഏത് പാർട്സാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ നോക്കിയിട്ട് ആ വണ്ടിയുടെ മോഡൽ നോക്കിയിട്ട് അതിൽ നിന്ന് പൊളിച്ചു കൊടുക്കും. ഒക്കെ അത് തന്നെയാണ്. നോക്കിയാൽ ഈ കാണുന്ന ഭാഗത്തെല്ലാം ശ്മശാനം തന്നെയാണ്. നോക്കി എന്തുമാത്രം വാഹനങ്ങൾ, അതായത് എത്ര കോടി രൂപയുടെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. നിങ്ങൾ നോക്കിയ ആൾക്കാർ വാങ്ങിയ വാഹനങ്ങൾ
എല്ലാ വാഹനങ്ങളും ഉണ്ട്. മെർസിഡീസ്, ബെൻസ്, ലെക്സസ്, ഈ ലോകത്തുള്ള എല്ലാ കൂടിയ കാറുകളും ഇവിടെ ചത്ത് മണ്ണടിഞ്ഞ് കിടക്കുക. ഒരു രക്ഷയില്ല, ശ്മശാനം തന്നെയാണ് കേട്ടോ. ആവശ്യം പോലെ വാഹനങ്ങൾ. നിങ്ങൾ ഏത് സ്പെയർ പാർട്സ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർ പൊളിച്ച് തരും. അതുപോലെ ബോഡി പാർട്സ് ഇതിനകത്ത് നോക്കിയ എല്ലാവിധ പാർട്സുകളും പൊളിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. കിയയുടെ പുതിയ വണ്ടിയൊക്കെ ഇരിക്കുക. അതെ, ഇത് ഭയങ്കര ഒരു വലിയ സ്പെയർ പാർട്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ അതുപോലെ വീൽ ഡ്രമ്മുകൾ, ഇത് നോക്കിയേ, വീൽ കപ്പ്, അലോയ് വീൽസ്, സകല സാധനങ്ങളും എവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, പൊളിച്ച് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഏത് വാഹനം വേണമെന്ന് മാത്രം പറഞ്ഞാൽ. പുതിയ എലണ്ടറൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ഓരോരോ പാഴ്സുകൾ ഇങ്ങനെ അഴിച്ചഴിച്ച് എടുത്തെടുത്ത് ബോഡി മാത്രമാകുമ്പോൾ അത് പിന്നെ ഇവർ സ്ക്രാപ്പിന് ചലക്കി വയ്ക്കും. ഇത് നോക്കിയാൽ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണം. നോക്കിയാൽ യമനികളും പിന്നെ സുഡാനികളുമാണ് കൂടുതൽ ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് അതിഭയങ്കരമായ ചൂടാണ്. ഈ കാണുന്നുണ്ട്, അങ്ങ് നോക്കത്താ ദൂരം വരെ വാഹനങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നോക്കിയാൽ ജസ്റ്റ് ഇടിച്ച് അത് പിന്നെ പണിയാനിവിടെ ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനി സമ്മതിക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കത്തിപ്പോയ വാഹനങ്ങൾ വരെ ഓടി പണിഞ്ഞ് റെഡിയാക്കിയിട്ട് എടുക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ മോഡലൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ പഴക്കമുള്ള മോഡലുകളാണ്. ഇതിൻ്റെ ഒന്നും ഇനി ബോഡിയും അതിൻ്റെ വാഹനങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ സ്ക്രാപ്പിന് വിൽക്കാനേ പറ്റുള്ളൂ. ഈ ബോഡി തൂക്കി ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാനേ പറ്റുള്ളൂ. ഇത് അല്ലാത്ത പുതിയ പുതിയ വാഹനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഇവരിങ്ങനെ സ്പെയർ പാർട്സുകൾ ഊരി അതിൻ്റെ ബോഡി പാർട്സ് വരെ, അതായത് ഡോറ്, ഗ്ലാസ്, മൽഗാർഡ്, ബോണറ്റ്, ഇതെല്ലാം ഊരി വിറ്റിട്ട് അതിൻ്റെ ബാലൻസുകളാണ് ഇങ്ങനെ കിടക്കുന്നത്. ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ഓരോരോ പാർട്സായിട്ട് ഇവരിങ്ങനെ വിൽക്കാൻ കൊടുക്കും കേട്ടോ. ഓക്കെ, എന്തുമാത്രം വാഹനങ്ങളാണ്, കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം ഇരുമ്പും തുരുമ്പും ആയി പിടിച്ചാൽ വിലയാന്ന് പറയില്ലേ, അത് തന്നെ അവസ്ഥ. ഇപ്പോൾ ഞാനുള്ളത് കണ്ട ഈ സ്പെയർ പാർട്സ് വിൽക്കുന്നതിനകത്താണ്. ഓക്കെ, സ്പെയർ പാർട്സുകൾ കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഏതുവിധ സ്പെയർ പാർട്സ് വേണം നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ബോഡി പാർട്സുകളും ഉണ്ട് കേട്ടോ. എല്ലാ ബോഡി പാർട്സുകളും ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് വേണമെങ്കിലുണ്ടെന്ന് പറയാം. അങ്ങ് നിവർന്ന് കിടക്കുക. ഇങ്ങനെ ഓരോ വണ്ടിയുടെയും സ്പെയർ പാർട്സ്, ഗിയർ ബോക്സ്, ഹൗസിങ്, ഇതിങ്ങനെ പൊളിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ്. അത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏത് വാഹനമാണെന്ന് നിങ്ങൾ വന്ന് പറഞ്ഞാൽ മതി, അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം. വില സമ്മതിച്ച് എടുത്തുകൊണ്ട് പോവാം. ഇവിടെ എല്ലാ വാഹനം നോക്കിയാൽ ഹമ്മറൊക്കെ കണ്ട, ഹമ്മർ, BMW, ലെക്സസ്, മെർസിഡീസ് ബെൻസ്, കിയ, GMC, പീജിയോട്ട് എന്ന് വേണ്ട സകല വാഹനങ്ങളുടെയും ഓരോരോ എൻജിനും ഗിയർ ബോക്സും സകല സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ബോഡികൾ കൊണ്ട് ഇതെനിക്ക് തോന്നുന്നു ഇതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇത് നോക്കിയാൽ ഹൗസിങ്, എല്ലാ വാഹനങ്ങളുടെയും ഹൗസിങ് ഉണ്ട്. ഇതെല്ലാം പഴയ വാഹനങ്ങളാണ്. ഇത് ബസ്സുകൾ, ആവശ്യം പോലെ അമേരിക്കൻ ബസ്സുകൾ ഉണ്ടോ. ഇതെല്ലാം എത്ര കോടി രൂപയുടെ മുതലാണ് ഇതിനകത്ത് കിടക്കുന്നത്. അടച്ചോനെ, ഇതൊന്നും ആർക്കും വേണ്ടാതെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഓ, ഇത് റിയൽ ശ്മശാനം തന്നെയാണ്, റിയൽ ശ്മശാനം. ഓ, ഭയങ്കര വലുത്. നോക്കിയേ, ഇതിനകത്ത് 2-3 പാകിസ്ഥാനികളും യമനികളും പിന്നെ സുഡാനികളും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, മൊത്തം സ്പെയർ പാർട്സാണ്. എന്ത് സ്പെയർ പാർട്സ് വേണമെന്ന് നിങ്ങൾ വന്ന് പറഞ്ഞാൽ മാത്രം മതി, അവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരും. ഓക്കെ, എന്തില്ല എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഗ്ലാസ് ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും അതും കിട്ടും. റെയർ വാഹനങ്ങൾക്ക് ഗ്ലാസ്സുകളൊന്നും കംപ്ലൈൻ്റ് ആവാത്തതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എല്ലാ വാഹനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, ഇവിടെയൊക്കെ വാഹനങ്ങൾ പൊളിക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ റോളറും JCBയും പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ പൊളിക്കാൻ കൊണ്ടിട്ടുണ്ട്. ബോട്ടടക്കം ഇവിടെ പൊളിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പൊളിച്ച് സ്പെയർ പാർട്സ് വയ്ക്കാം. നോക്കിയത് ലാൻഡ് ക്രൂഷർ ഉണ്ട്, ലാൻഡ് ക്രൂഷർ, ഡസ്റ്റർ, പിന്നെ ഷെവർലയുടെ വാഹനങ്ങൾ, ഹുണ്ടായി എന്ന് വേണ്ട സകല കമ്പനികളുടെയും വാഹനങ്ങളുണ്ട്. നിസാൻ, BMW ഇവിടെയും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന യാർഡിലും. അതുപോലെ ബസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവർ ഇപ്പം ഉച്ച സമയം ആയതുകൊണ്ട്
ആൾക്കാരൊന്നും ഇല്ല സ്പെയർ പാർട്സ് വാങ്ങാനൊന്നും. ഇപ്പോൾ വൈകുന്നേരവും രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല ആൾക്കാർ തിരക്കുണ്ടാവും കേട്ടോ. ഈ വാഹനങ്ങൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും സ്പെയർ പാർട്സ് വെളിയിൽ ഭയങ്കര വിലയാവുകയും അല്ലാതെ കിട്ടാതെ വരെയൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ആ സമയത്താണ് നമ്മൾ ഈ തസ്ലിയയെക്കുറിച്ച് ചിന്തിക്കുക കേട്ടോ. പഴയത് വണ്ടികൾ പൊളിച്ചു കൊടുക്കുക, പഴയതല്ല പുതിയ വണ്ടികൾ തന്നെ പൊളിച്ചു കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ സ്പെയർ പാർട്സ് തിരക്കി വരിക. നമ്മുടെ നാട്ടിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ. ഇപ്പോൾ ഉണ്ടോ എന്തോ എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കഴിവതും പണിഞ്ഞ് ഇങ്ങനെ ഉപയോഗിക്കല്ലേ. ഇവിടെ പക്ഷേ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ തട്ടുകയാണ്. അതേ നോക്കിയാൽ കത്തിയ വാഹനങ്ങളൊക്കെ കിടക്കണുണ്ട്. അതിൻ്റെ വാഹനം കത്തിപ്പോയി. അപ്പോൾ അതിൻ്റെ ബോഡി മാത്രം ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അതൊക്കെ ചെറിയ പൈസയ്ക്ക് അവർ വാങ്ങിയതായിരിക്കും. പിന്നെ ബലദിയുടെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴിയോരങ്ങളിൽ നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾ ഇവർ ലേലം വിളിച്ച് അതിങ്ങനെ ഇവരെടുക്കും കേട്ടോ. അതൊക്കെ ചെറിയ പൈസയ്ക്ക് ബലദിയ ലേലം വിളിച്ച് കൊടുക്കും. ഇത് നോക്കി അവിടെ നിറച്ച് ബസ്സുകളാണ്. നോക്കി ഇന്ത്യൻ ബസ്സുകൾ നോക്കി അവിടെ എല്ലാം കേട്ടോ. അവിടെ നിറച്ച് ഇന്ത്യൻ ബസ്സുകളാണ്. ലൈലൻഡ്, ടാറ്റ ഇന്ത്യൻ ബസ്സുകളാണ് കിടക്കുന്നത്. നോക്കിയാൽ അതിനകത്തേക്ക് പോകാൻ വഴിയില്ല കേട്ടോ. അവിടെ ഈ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ കാണിക്കുമായിരുന്നു നിങ്ങൾക്ക്. ഈ ഏരിയ ഫുള്ളായിട്ടും ഇത് തന്നെയാണ് കേട്ടോ. സ്പെയർ പാർട്സ് അല്ലെങ്കിൽ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന ഏരിയയാണ്. അതാണ് ഇതിവിടെ ഒരു പ്രത്യേക ഏരിയയാണ്. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കാറുകൾ പൊളിച്ചു വിൽക്കുക, വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന ഏരിയ. അവിടേക്ക് പിന്നെ വേറെ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ തസ്ലിയാണ്, എല്ലാം വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന ഏരിയയാണ്. എന്താ ഇവിടെ വലിയ ഹെവി വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കിയാൽ ഇവിടെ മൊത്തം ഹെവി വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം കണ്ടോ ഹെവി വാഹനങ്ങളാണ്. മിസ്തുബിഷി, അതുപോലെ തന്നെ മെർസിഡീസ് ബെൻസ്, GMC എല്ലാം പല ടൈപ്പിലുള്ള ബെൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അല്ലേ, ഈ റോഡിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ രണ്ട് സൈഡിലും ഈ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥലം തന്നെയാണ് തസ്ലിയ എന്ന് പറയും കേട്ടോ. നോക്കിയാൽ വാഹനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. ഇതിപ്പോൾ അകത്തോട്ട് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റും റൈറ്റും പോയാൽ അകത്തോട്ട് ആവശ്യം പോലെ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥലമുണ്ട്. എന്തായാലും ഇനി കൂടുതൽ നിങ്ങളെ ഞാൻ വീഡിയോ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും പാകപ്പിഴകളുണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെന്നുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ആവുകയുള്ളൂ. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.